നമസ്കാരം. ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി BSNL കൂട്ടപ്പിരിച്ചുവിടൽ നടത്താനുള്ള അധികൃതരുടെ നീക്കത്തിനെതിരെ ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കമ്പനിയിൽ VRS അഥവാ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം 2.0 നടപ്പിലാക്കാൻ BSNL ആഗ്രഹിക്കുന്നതായും ഇതിനായുള്ള ഫണ്ട് കൈവശമില്ലാത്തതിനാൽ സർക്കാരിനോട് 15,000 കോടി രൂപ ആവശ്യപ്പെട്ടതായും കഴിഞ്ഞ ആഴ്ച വാർത്ത വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അധികൃതരുടെ നീക്കത്തിനെതിരെ BSNL ജീവനക്കാരുടെ പ്രതിനിധി യൂണിയനായ BSNL EU രംഗത്തെത്തിയിരിക്കുന്നത്. VRS 2.0ക്ക് തങ്ങൾ എതിരാണെന്ന് BSNL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റോബർട്ട് J. രവിക്ക് അയച്ച കത്തിൽ ജീവനക്കാരുടെ യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനമായ BSNLന്റെ നല്ലൊരു ഭാഗവും പോകുന്നത് ജീവനക്കാരുടെ ചിലവിലേക്കാണ്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും VRS പ്രോജക്റ്റ് നടപ്പിലാക്കാമെന്ന ആശയം ബോർഡ് കൊണ്ടുവന്നത്. VRS 2.0 നടപ്പാക്കുന്നത് സംബന്ധിച്ച് BSNL ബോർഡിന്റെ നിർദ്ദേശങ്ങൾ അവർ ടെലികോം വകുപ്പിന് സമർപ്പിച്ചിരുന്നു. അവർ അത് ഉടൻ തന്നെ ക്യാബിനറ്റിന് അയക്കും. അതിനിടയിലാണ് പ്രതിഷേധവുമായി ജീവനക്കാർ എത്തിയിട്ടുള്ളത്. VRS 2.0 നടപ്പിലാക്കാൻ BSNL ബോർഡിനെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. BSNL വരുമാനത്തിന്റെ 38% അല്ലെങ്കിൽ ഏകദേശം 75,000 കോടി രൂപ ജീവനക്കാർക്കായിട്ടാണ് ചെലവഴിക്കുന്നത്. VRS 2.0 പ്രൊജക്ടിലൂടെ ഏകദേശം 18,000 മുതൽ 19,000 ജീവനക്കാരെ കുറയ്ക്കാനാണ് BSNL കണക്ക് കൂട്ടുന്നത് എന്ന് ED റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. VRS 2.0 നടപ്പിലാക്കിയാൽ ജീവനക്കാർക്ക് 7,500 കോടി രൂപ ചിലവഴിക്കുന്നത് ഒരു വർഷം 5,000 കോടി രൂപയായി കുറയ്ക്കാൻ സാധിക്കും. 2019 കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ദുരിതാശ്വാസ പാക്കേജിന്റെ ബലത്തിൽ BSNL VRS നടപ്പാക്കിയിരുന്നു. അത് വിജയകരമായിരുന്നു എന്ന വിലയിരുത്തലും VRS 2.0 പ്രൊജക്ടിലേക്ക് വഴി തുറന്നിട്ടുണ്ട്. എന്തുകൊണ്ട് VRS 2.0 നടപ്പിലാക്കരുത് എന്നതിന് ജീവനക്കാരുടെ സംഘടന പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ 5 വർഷത്തിനിടെ 3 ദുരിതാശ്വാസ പാക്കേജുകൾ നൽകിയിട്ടും വരുമാനം വർദ്ധിപ്പിക്കാൻ BSNLന് കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ കമ്പനികൾ 5Gക്കായി നിക്ഷേപം നടത്തുകയും സേവനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ BSNL ഇപ്പോഴും 2G, 3G എന്നിവയെ ആശ്രയിക്കുകയാണ്. BSNLന് രാജ്യത്തെ ഏറ്റവും വലിയ ഫൈബർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലും അതിന്റെ FTTH സേവനങ്ങൾ ജിയോയുടെയും എയർടെലിന്റെയും പിന്നിൽ 3ാം സ്ഥാനത്ത് മാത്രമാണുള്ളത് എന്നാണ് BSNL EU പറയുന്നത്. 4G ഉപകരണങ്ങളുടെ ഇൻസ്റ്റോളേഷനിലെയും കമ്മീഷനിങ്ങിലെയും കാലതാമസവും ഉപയോക്താക്കൾക്ക് നിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നതിന് വെല്ലുവിളിയാണ്. തദ്ദേശീയ ടെക്നോളജി ഉപയോഗിച്ച് മാത്രം BSNL 4G അവതരിപ്പിച്ചാൽ മതി എന്ന സർക്കാർ നയം തെറ്റാണെന്നും ജീവനക്കാർ പറയുന്നുണ്ട്. BSNL FTTH ലാൻഡ് ലൈൻ കണക്ഷനുകളുടെ മെയിൻ്റനൻസ് ഔട്ട്സോഴ്സിംഗ് സേവനങ്ങളുടെ ഗുണനിലവാരം കമ്പനിയുടെ പ്രതിച്ഛായ മോശമാക്കുന്നതിന് കാരണമായെന്നും യൂണിയൻ പരാമർശിച്ചിട്ടുണ്ട്. FTTH കണക്ഷനുകളുടെയും ലാൻഡ് ലൈനിന്റെയും അറ്റകുറ്റപ്പണികൾ BSNLിലേക്ക് തിരികെ കൊണ്ടുവരണം. അതുവഴി ഉയർന്ന നിലവാരം നിലനിർത്താൻ കഴിയുമെന്ന് ജീവനക്കാരുടെ യൂണിയൻ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. BSNLനെ ഭാവിയിൽ ലാഭത്തിലാക്കണമെങ്കിൽ ചെലവ് ചുരുക്കൽ പോലുള്ള നടപടികൾ അത്യാവശ്യമാണ്. അതിനാൽ VRS 2.0ക്കായി ഫണ്ട് അനുവദിക്കണമെന്ന BSNLന്റെ ആവശ്യത്തിന് സർക്കാർ പച്ചക്കൊടി കാട്ടുമെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ സർക്കാർ ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടിയാവും സ്വീകരിക്കുക എന്ന് കണ്ടറിയണം.